ഈ സന്ദർഭത്തിൽ നമ്മൾ കാണേണ്ട മറ്റൊരു അല്ലെങ്കിൽ ഈ ഘട്ടത്തിൽ നമുക്ക് കൗതുകപൂർവ്വം ഓർമ്മിക്കാവുന്ന ഒരു വിമർശനം ഒരു കാലത്ത് ഉന്നയിച്ചത് ഒ വി വിജയനായിരുന്നു. അദ്ദേഹം 1987 എഴുതുന്നുണ്ട്, നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ്, CPIM-നെ വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം എഴുതുന്നത്. ആ വിമർശനത്തിന് അടിസ്ഥാനം അഴിമതിക്കും സ്വേച്ഛാധികാര വാഴ്ചയ്ക്കുമെതിരെ എന്ന് വെച്ചാൽ കോൺഗ്രസിനെതിരായിട്ട് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കോൺഗ്രസിൻ്റെ കുടുംബവാഴ്ച, ഏകാധിപത്യ പ്രവണതകൾ, അഴിമതി, വൻതോതിലുള്ള അഴിമതി, ഇതിനെല്ലാം എതിരായി ഇന്ത്യയിൽ ഒരു വലിയ കൂട്ടായ്മ രൂപപ്പെട്ടു വരുന്നതിന് CPIM തടസ്സം നിൽക്കുന്നു. അതാണ് വിമർശനം. ആ വിമർശനത്തിൻ്റെ സൂക്ഷ്മാടിസ്ഥാനം ഈ പറയുന്ന പ്രശ്നങ്ങളുടെ എല്ലാം കാരണക്കാരായിട്ടുള്ള കോൺഗ്രസിനെതിരെ അമിതാധികാര പ്രവണതയും കുടുംബവാഴ്ചയും അഴിമതിയുമെല്ലാം രാജ്യത്തെ തകർക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിനെതിരെ വിശാലമായ ഒരു സഖ്യം രൂപപ്പെട്ടു വരണം. അതിൽ BJP-യുമായും യോജിക്കുന്നതിന് ഈ CPIM ആണ് തടസ്സം നിൽക്കുന്നത്. അതാണ് നമ്മളെ വിമർശിക്കുന്നത്. CPIM, അതിന് EMS-നെയൊക്കെ അദ്ദേഹം പേരെടുത്ത് വിമർശിക്കുന്നുണ്ട്. CPIM വാശി പിടിക്കുന്നു, BJP-യുമായി ഒരു തരത്തിലും തൊട്ടുകൂടാ എന്ന് CPIM ശഠിക്കുന്നു എന്നത് ഒരു വിമർശനമായി ഒ വി വിജയൻ മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഏത് കാലത്തും ഇന്ത്യയിൽ വർഗീയതയുടെ വിപത്തിനെ CPIM വലിയ ഗൗരവത്തോടു കൂടി തന്നെ കണ്ടു എന്നാണ് ഇപ്പോൾ അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക. പക്ഷെ അതിൻ്റെ തുടർച്ചയായി ഒ വി വിജയൻ മുൻപോട്ട് വെക്കുന്ന മറ്റൊരു കാഴ്ചപ്പാട് RSS-ൻ്റെ വർഗീയ ഭീകരതയെ എതിർക്കാൻ താരതമ്യേന അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ, ഒ വി വിജയൻ്റെ ഭാഷയിൽ, താരതമ്യേന ശക്തി കുറഞ്ഞ വർഗീയവാദികളായ BJP-യെയും അണിനിരത്തണം എന്നൊരു കാഴ്ചപ്പാട് അദ്ദേഹം വയ്ക്കുന്നുണ്ട്. ഇപ്പം അതിനൊന്നും ഒരു പ്രസക്തിയുണ്ട് എന്നാരും പറയില്ല. അത്തരം ചിന്തകൾക്ക് എന്തെങ്കിലും ഒരു പ്രസക്തി ഇന്നില്ല. പക്ഷേ വേണമെങ്കിൽ RSS-ൻ്റെ വൻ വർഗീയ വിപത്തിനെ മറ്റൊരു വിധത്തിൽ, ആ വിപത്തിനെ സംബന്ധിച്ച് ചില മുന്നറിയിപ്പുകൾ ഒ വി വിജയൻ നൽകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിനോട് യോജിക്കാതിരിക്കുമ്പോൾ തന്നെ, ഇന്നതിനൊരു പ്രസക്തിയും ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ, ആ ഘട്ടത്തിൽ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ മുന്നിൽ RSS ഒരു വലിയ വർഗീയ വിപത്തായി വരും എന്ന് അദ്ദേഹം സൂചിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും.